നിൽക്കുന്ന ആ ഒരു ഭാവത്തിന് ഓരോന്നിനും ഓരോ പ്രാധാന്യങ്ങളാണ് ഉള്ളത്. അതായത് മഹാദേവന്റെ മേലെയുള്ള 2 കൈകളിൽ 2 വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഉള്ളത്. ഭഗവാന്റെ മേലെയുള്ള വലത്തെ കൈയില് ഡമരുവും മേലെയുള്ള ഇടത്തെ കൈയില് തപവുമാണ് ഉള്ളത്. ഈ ഡമരു ഈ ലോകത്തിനെയാണ് കാണിക്കുന്നത്. അതായത് ഈ ലോകത്തിന്റെ മാറുന്ന പ്രകൃതവും ഈ ലോകത്തിന്റെ ഉയർച്ച താഴ്ചകളൊക്കെയാണ് ഈ ഡമരുവിലൂടെ ഭഗവാൻ പ്രതിനിധീകരിക്കുന്നത്. ഭഗവാന്റെ ഈ കയ്യിലുള്ളത് തപമാണ്. തപം എന്ന് പറയുന്നത് ആത്മീയമായ ശക്തി, ആത്മീയമായ തീ, സ്പിരിച്വൽ ഫയറിനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തപം എന്ന് പറയുന്നത് ത്യാഗമാണ്. അതായത് നമ്മുടെ സെൽഫ് ഗ്രോത്തിനായിട്ട്, നമുക്ക് ഉയർച്ചയ്ക്കായിട്ട് ത്യജിക്കാനുള്ളൊരു മനോഗതി ഉണ്ടെങ്കിൽ മാത്രമാണ്, ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് മഹാദേവൻ ആ തപത്തിലൂടെ കാണിക്കുന്നത്. പിന്നീട് ഈ ഭാവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് മഹാദേവന്റെ പഞ്ചകൃത്യകളെയാണ് കാണിക്കുന്നത്. അതായത് ഈ ലോകം നിലനിൽക്കാനായിട്ട് പഞ്ചകൃത്യകളുടെ ആവശ്യങ്ങളുണ്ട്. അപ്പൊ ആ പഞ്ചകൃത്യയില് ആദ്യത്തേത് സൃഷ്ടിയാണ്. അപ്പൊ സൃഷ്ടി ഈ ഡമരുവിലൂടെയാണ് ഭഗവാൻ പ്രതിനിധീകരിക്കുന്നത്. ഡമരു ഞാൻ പറഞ്ഞല്ലോ, ഈ ഡമരുവിന്റെ താളത്തിനൊത്ത് നൃത്തം ചെയ്യുന്ന ഈ ഭൂമിയുടെ, ഈ ലോകത്തിന്റെ ആ മാറുന്ന പ്രകൃതമാണ് ഈ ഡമരു പ്രതിനിധീകരിക്കുന്നത്. രണ്ടാമത്തത് സ്ഥിതിയാണ്. ഭഗവാന്റെ ഈ വലത്തെ കൈയില്, താഴെയുള്ള വലത്തെ കൈയിലുള്ള ഈ അഭയമുദ്രയാണ് സ്ഥിതിനെ പ്രതിനിധീകരിക്കുന്നത്. ആ സ്ഥിതിയിലൂടെ ഭഗവാൻ അഭയമുദ്രയിലൂടെ ഈ ലോകത്തിനെ പരിപാലിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് സംഹാരമാണ്. ഈ പഞ്ചകൃത്യയിലേക്ക് വരുമ്പോൾ സംഹാരത്തിനെ കാണിക്കുന്ന തപമാണ്. അതായത് അത് ഡിസ്ട്രക്ഷൻ, അതായത് നാശത്തിനുപരി സംഹാരത്തിനെ കാണിക്കുന്നത്, അതായത് പുതിയ രീതിയിൽ ഈ ലോകത്തിലെ ഒരു സാത്വികമായിട്ടുള്ള ഒരു മാറ്റത്തിനെയാണ് ഈ തപം കാണിക്കുന്നത്. അടുത്തത് തിരോധാനമാണ്. തിരോധാനം എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥമായിട്ടുള്ള സത്യം എന്ന് കാണിക്കുന്ന രീതിയിൽ മഹാദേവൻ ഇവിടെ ഭഗവാന്റെ ഇടത്തെ കാലുകൊണ്ട് അപസ്മാരന്റെ മേലെ ചവിട്ടി നിൽക്കുന്ന രൂപമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. അപസ്മാരൻ കാണിക്കുന്നത് അജ്ഞാനത്തിനെയും മായയാണ്. അപ്പൊ ആ മായയെയും അജ്ഞാനത്തിനെയും ചവിട്ടി നിന്നുകൊണ്ട് ഭഗവാൻ ഈ ലോകത്തിന്റെ യഥാർത്ഥമായ ആ സത്യത്തിനെയാണ് തുറന്ന് കാണിക്കുന്നത് നമ്മളിലേക്ക്. പിന്നീട് ഭഗവാന്റെ ഈ ഉയർത്തി നിൽക്കുന്ന ഈ കാലും ഭഗവാന്റെ ഈ ഇടത്തെ കൈയും കാണിക്കുന്നത് ഗജമുദ്രയിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് അനുഗ്രഹത്തിനെയാണ് കാണിക്കുന്നത്. അതായത് അവസാനമായി ഭഗവാൻ നമുക്ക് എല്ലാവർക്കും മോക്ഷം തരുന്ന ഒരു ഭാവമാണ് ഇതിൽ കാണിക്കുന്നത്. അങ്ങനെ ഇത്രയും